ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്ടടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓട്ടട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കര വേണം ഇതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. തേങ്ങയും ശർക്കരയും ഏലക്കയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ്. പച്ചരി ഞാൻ വെള്ളത്തിൽ 1 കപ്പ് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കിനി അരച്ചെടുക്കാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. മാവ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഒരു ദോശക്കല്ലാണ്. ഒരു പഴയ ദോശക്കല്ലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് മാവ് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായിട്ടൊന്ന് പരത്തുക. വാഴയില പ്രത്യേകിച്ച് വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ദോശക്കല്ലിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ തന്നെ അത് വാടിക്കിട്ടും. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയും കൂടി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. പച്ചരി അല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതിവിടെ ഏകദേശം പാകമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇതിലേക്ക് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്താണ് ഇത് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരമാണിത്. നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.